നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിമാനത്തിലേതുപോലെ ട്രെയിനുകളിലും ലഗേജ് നിയന്ത്രണം കർശനമാക്കാൻ നീക്കം. ട്രെയിനിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ലഗേജിന് ഭാരപരിധി നിലവിലുണ്ടെങ്കിലും കർശനമായിരുന്നില്ല. നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിലാണ് നിയന്ത്രണം ആദ്യം നടപ്പാക്കുന്നത്. പ്രയാഗ് ജംഗ്ഷൻ, പ്രയാഗ്രാജ് ചിയാക്കി, സുബേദാർഗഞ്ച്, കാൺപൂർ, മിർസാപൂർ, തുണ്ട്ല, അലിഗഡ്, ഗോവിന്ദ്പുരി, ഇറ്റാവ, ഗോളിയാർ തുടങ്ങിയ സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇക്കാര്യം നടപ്പാക്കും. എന്നാൽ ഇത് സംബന്ധിച്ച തീയതിയൊന്നും റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ലഗേജുകൾ സ്റ്റേഷനിലെ ഇലക്ട്രോണിക് വെയിങ് മെഷീനുകളിൽ പരിശോധിക്കണം. ഭാരം അധികമാണെങ്കിൽ പിഴ ഈടാക്കും. അധിക ഭാരത്തിന്റെ തൂക്കവും യാത്രാദൂരവും ആശ്രയിച്ചായിരിക്കും പിഴത്തുക ഈടാക്കുക. ക്ലാസിനനുസരിച്ച് ലഗേജിന്റെ പരിധിയിലും നിരക്കിലും വ്യത്യാസമുണ്ടാകും. നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ മുൻകൂട്ടി പാഴ്സൽ ഓഫീസിൽ പണമടച്ച് ബുക്ക് ചെയ്യണം. ഭാരപരിധിക്കുള്ളിലാണെങ്കിലും സ്ഥലം മുടക്കുന്ന രീതിയിലുള്ളതും മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ വലിയ ലഗേജുകൾ അനുവദിക്കില്ലെന്നും റെയിൽവേ തീരുമാനമെടുത്തിട്ടുണ്ട്. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാനും ഒപ്പം അധിക വരുമാനം നേടാനുമാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നത്. സ്ലീപ്പറിൽ 40 കിലോ വരെ ലഗേജാണ് സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയുക. ഫസ്റ്റ് എ സിയിൽ 70 കിലോഗ്രാമും, സെക്കൻഡ് എ സിയിൽ 50 കിലോഗ്രാമും, തേർഡ് എ സിയിൽ 40 കിലോഗ്രാമും, ജനറൽ കമ്പാർട്ട്മെന്റിൽ 35 കിലോഗ്രാമുമാണ് സൗജന്യമായി കൊണ്ടുപോകാൻ കഴിയുന്ന ലഗേജിന്റെ ഭാരം. റെയിൽവേ സ്റ്റേഷനുകളിൽ വിമാനത്താവളത്തിലേതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഹൈസ്പീഡ് വൈഫൈ, പ്രീമിയം സ്റ്റോറുകൾ തുടങ്ങിയവ ആരംഭിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പരിധിയിൽ മാതൃകാ സ്റ്റേഷനായി വികസിപ്പിക്കുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജംഗ്ഷനിലാണ് ആദ്യം നടപ്പാക്കുക. തുടർന്ന് കാൺപൂർ, ഗോളിയാർ സ്റ്റേഷനുകളിലും നടപ്പിലാക്കും.